ലാവയുടെ ലാവ അഗ്നി 4 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും പറയാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലാവ അഗ്നി 4 എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. അപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ലാവ അഗ്നി 4 6.7 8 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഇതിൽ അമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ പഞ്ചോൾ ഡിസൈൻ വരും, പഞ്ചോൾ വരിക, ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ പഴയ ലാവ അഗ്നി 3 എന്ന ഫോണിൻ്റെ സക്സസറായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ആ ഒരു ലാവ അഗ്നി 3 ഫോണിൻ്റെ ബാക്കിൽ ഒരു സെക്കൻഡറി ഡിസ്പ്ലേയും കൂടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഫോണിൽ അങ്ങനെ ആയിരിക്കില്ല, സെക്കൻഡറി ഡിസ്പ്ലേ വരില്ല. അപ്പം അത് ഡൗൺഗ്രേഡ് ആയിരിക്കും എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാവുന്നതാണ്. പക്ഷേ ഡിസൈനിൽ ചേഞ്ചസ് എന്നുള്ള രീതിയിലും പറയാം. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇതിൽ വരുന്നതായിരിക്കും. ഇതിൽ മെറ്റൽ ഫ്രെയിമും കാര്യങ്ങളൊക്കെ വരും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 8350 എന്നുള്ള പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ്. ഇപ്പം 25,000 രൂപയ്ക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തിരക്കുള്ള നല്ല പ്രോസസ്സർ എന്ന് പറയാവുന്നതാണ്. 20,000 രൂപ പ്രൈസ് റേഞ്ചിലോട്ടൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ എന്നും പറയാവുന്നതാണ്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. UFS 4.0 സ്റ്റോറേജ് ടൈപ്പ് വരെ ഇതിൽ വരും. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സൊക്കെ വരുന്നതായിരിക്കും. Android 16 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഇതിൽ വരിക. ഇതിൽ OSൻ്റെ സപ്പോർട്ടൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. പിന്നെ 50 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നതായിരിക്കും. സെൽഫി ക്യാമറയെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഒരു 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയ്ക്കാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ബാറ്ററിയുടെ കാര്യത്തിൽ വളരെ കൂടിയ 7050 mAh ബാറ്ററി വരുന്നതായിരിക്കും. അപ്പം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി വരും. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും മിനിമം നമുക്ക് ഒരു 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടെങ്കിലും ഇതിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ചിലപ്പം അതിലും കൂടിയൊരു ചാർജിങ് സ്പീഡും വന്നേക്കാം. പിന്നെ Type-C ചാർജിങ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പം ഈ ഒരു സ്മാർട്ട് ഫോണിൽ അത്യാവശ്യം നല്ലൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ November 20 ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഈ ഒരു ഫോണിൻ്റെ വില 20,000 രൂപയുടെയും 25,000 രൂപയുടെയും ഇടയിലായിട്ടായിരിക്കും വരിക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഇപ്പം 25,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെയാണെന്നുണ്ടെങ്കിൽ തരക്കേടില്ലാത്ത ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോൺ എന്ന് പറയാം. എന്നാൽ 20,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെയായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു ഫോൺ എന്നൊക്കെ പറയാവുന്നതാണ്. ഇപ്പം നമ്മൾ ഒരു 20,000 22,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ലാവയുടെ ലാവ അഗ്നി 4 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.